SBIക്ക് ചരിത്ര ഇടിവ്, അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. SBI 693. നിങ്ങൾക്ക് കാണാം 52 വീക്ക് ലോ ആൻഡ് ഹൈ 693. ഇതിപ്പോൾ ഉള്ള ചേഞ്ചാണ്. 692.75 ഇപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. 52 പോയിൻറ്റിൽ അത് സാധാരണ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ലോ ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതായത് ഈ ലാസ്റ്റ് 365 ദിവസത്തിലെ ലോവസ്റ്റാണ് ഇപ്പം 692.15. അത് താരുന്നതനുസരിച്ച് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പം മാറുന്നില്ല, കാരണം ഇപ്പോൾ കുറച്ച് മുകളിലോട്ട് പോയിട്ടുണ്ട്. കറണ്ട് ലോവർ ലെവൽ കാണിക്കുന്നത് 633.55 എന്ന് പറഞ്ഞാൽ വാല്യൂ ഇടിയാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം. മുകളിലോട്ട് പോകുന്നെങ്കിൽ 774 വരെ പോകാം എന്നുള്ളതാണ്. ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. വീണ്ടും 692.05 കണ്ടില്ലേ, 692.05 എന്ന് പറഞ്ഞാൽ വർഷത്തിലെ ഏറ്റവും ലോവർ വാല്യൂയിലേക്ക്, എന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റുകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ് ഇവിടെ. ഇതിപ്പോൾ SBIയുടെ അവസ്ഥയാണ്. അതുപോലെ തന്നെ നമുക്ക് ക്വാണ്ടിറ്റി സെയിൽസ് നടക്കുന്നതിനെക്കുറിച്ച് നമുക്കിവിടെ നോക്കാം. ട്രേഡ് നടക്കുന്നതെല്ലാം ലോവറിലേക്കാണ്, ഹയറിലേക്ക് ആരും കയറുന്നില്ല, വാല്യൂ മാറുന്നില്ല. സെയിലിൻ്റെ വോളിയൂം താരതമ്യേന കുറവാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. 5, 10, 50, 100, 23 ഇങ്ങനെ. ഇടയ്ക്കൊക്കെ കുറച്ച് കൂടുതൽ വരുന്നുണ്ട്, 500, 400 ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് ടോട്ടൽ ബൈ 43% ബൈയും 57% സെല്ലുമാണ്. കൂടുതൽ ആൾക്കാർ സെല്ല് ചെയ്യാനുള്ള ട്രെൻഡ്. ഇപ്പോൾ നിങ്ങൾക്ക് 57% സെല്ല്. ആൾക്കാർ പേടിച്ചിട്ട് സെല്ല് ചെയ്യുകയാണ്. ആൾക്കാർ സെല്ല് ചെയ്യുന്നതാണ് ഇവിടെ മണ്ടത്തരം. സെല്ല് ചെയ്യാൻ പാടില്ല, ഹോൾഡ് ചെയ്യുകയാണ് വേണ്ടത്. പലർക്കും അതറിയില്ല. ലോസിൽ വിൽക്കുമ്പോൾ എന്ത് ഗുണമാണുള്ളത്? ഒരു പക്ഷേ 10 വർഷം മുമ്പ്, 5 വർഷം മുമ്പ് വാങ്ങിയവർക്ക് വേണമെങ്കിൽ വിൽക്കാം, കാരണം അവർക്ക് ലോസ് വരത്തില്ല, കാരണം അവരുടെ വാല്യൂവിനേക്കാൾ ലോയിൽ നിന്ന് തുടങ്ങിയതായിരിക്കും. റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്ത ആൾക്കാരും തന്നെ സെല്ല് ചെയ്യരുത്, കാരണം ഇത് ചേഞ്ചായി വരും എന്ന് പ്രതീക്ഷിക്കുക. എന്തായാലും ഡിമാൻഡ് സോണും സപ്ലൈ സോണൊക്കെ നമുക്ക് നോക്കാം. 690 ഡിമാൻഡ് സോൺ. സപ്ലൈ സോണിൽ 705 പ്രൈസ്. എന്നുവെച്ചാൽ ആൾക്കാർ 705 വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ആളുകൾ 690 വാങ്ങാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കൂ, 28,500 പേര്. അതിലും കൂടുതൽ ആൾക്കാർ 690 വാങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പ്രൈസ് എന്തായാലും ലോ ആവുകയുള്ളൂ. സപ്ലൈ ചെയ്യുന്നവർ 705 റേഞ്ചിൽ മാത്രം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന 11,573 പേര്. ഇതാണ് ഡിമാൻഡ് സപ്ലൈ കാണിക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് ലോവർ പ്രൈസിൽ ഡിമാൻഡ് കൂടി നിൽക്കുമ്പോൾ സപ്ലൈ കുറവാണെങ്കിലും വാങ്ങാൻ ആളില്ല, കാരണം വാങ്ങാനുള്ള ആൾക്കാരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈസ് 690 ആവറേജിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, സപ്ലൈയുടെ പ്രൈസ് 696.95 കുറഞ്ഞു വരുന്നുണ്ടോ? അത് കുറഞ്ഞേ പറ്റുള്ളൂ, അതിന് കുറയും, കാരണം അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കാണിക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ മൊത്തം മാർക്കറ്റ് ക്യാപ്പൊക്കെ ഒന്ന് നോക്കാം. 6,34,451.3 കോടി ആണ് SBIയുടെ മൊത്തം മാർക്കറ്റ് ക്യാപ്പ്. ഇനി അതിൽ SBI ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. പാറ്റേൺ പ്രൊമോട്ടേഴ്സ് 57.43% ആണ്. പിന്നെ ഇതിനകത്ത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വളരെ കുറവാണ് SBIയിൽ. അത് SBIയുടെ ഒരു സ്ട്രാറ്റജിയാണ്. അത് 10.26 മാത്രമേ ഉള്ളൂ. പിന്നുള്ളത് അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യൻ കമ്പനികളാണ്. പിന്നുള്ളതാണ് റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ. റീറ്റെയിലേഴ്സ് ഇൻഡിവിജ്വൽസാണ്, അത് വളരെ കുറവാണ്, 7.37 ഉള്ളൂ. പിന്നുള്ളത് മ്യൂച്വൽ ഫണ്ടുകളാണ്. പല ബാങ്കുകളും സ്ഥാപനങ്ങളും ഒക്കെ ആളുകളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടുന്നു, അതാണ്. പിന്നെ വരുന്നത് ഇതിനകത്ത് കമ്പനിയുടെ ലാഭവിഹിതവും കാര്യങ്ങളൊക്കെയാണ്. 2024 മാർച്ച് 22 13.7 ഡിവിഡൻഡ് പെർ ഷെയർ ഡിവിഡൻഡാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഷെയറിൻ്റെ ഡിവിഡൻഡൊക്കെ വളരെ കുറവായിരിക്കും. അതൊന്നുമല്ല, മെയിനായിട്ടുള്ള പ്രോഫിറ്റ് ആൾക്കാർ ട്രേഡിങ്ങിലൂടെയാണ്
അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലോങ്ജിവിറ്റിയിൽ അവർക്കുണ്ടാകുന്ന ഗെയിനാണ് മെയിൻ പ്രോഫിറ്റ്. ഓക്കെ, ഇനി ഇവരുടെ ചാർട്ട്, ഇത് പ്രസൻറ്റ് ചാർട്ടാണ്. ഇടിഞ്ഞ് താന്നു തുടങ്ങിയപ്പോൾ തന്നെ കണ്ടില്ലേ, ഇന്നലെ 700-2 ആ ലെവലിൽ കിടന്നതാണ്. ഒറ്റയടിക്ക് താന്ന് വന്നിട്ട് കയറി പോകുന്നുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ചെറുതായിട്ട് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇടിഞ്ഞ് താഴെ വന്നു, കണ്ടില്ലേ. 692, 93 വരെയൊക്കെ വന്നിട്ട് ഇപ്പോൾ 97 നിൽക്കുന്നു, 96 സംതിങ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് SBIയുടെ കഥ. ഇനി ഇതുപോലെ നമുക്കിപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ വാല്യൂ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് 225 പോയിൻറ്റ് ഡൗണിൽ കിടക്കുകയാണ്, കാണാം. സോറി, മാറിപ്പോയി. ഇത് നിഫ്റ്റിയുടെ 52 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ 21,281 ആണ്. അതിലോട്ട് ഇപ്പോൾ എന്തായാലും എത്തിയിട്ടില്ല. അതിന് മുമ്പേ ഇടയ്ക്കൊക്കെ കുറച്ച് മുമ്പേ എത്തിയിരുന്നു. ഇപ്പോൾ പക്ഷേ നിൽക്കുന്നത് 22 സംതിങ് ആണ്, അറിയാലോ. ഓക്കെ, അപ്പോൾ ഷെയർ മാർക്കറ്റ് ഭയങ്കരമായ ഡിമിനിഷിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കുറേയൊക്കെ വിഡ്രോ ചെയ്യുന്നുണ്ട്, സ്ട്രാറ്റജിക്കലായിട്ട് അവർ റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ പണം പോകുന്നത് എങ്ങനെയെന്നുള്ളത് വളരെ ആലോചിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഞാൻ കൂടുതൽ കണ്ടൻറ്റുകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.